പിന്നെ ഞാൻ സത്യത്തിലും ഞാനിത് ചെയ്യണമെന്ന് വിചാരിച്ചതേ ഇല്ല. എൻ്റെ ചേച്ചി ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡയറിയിലുള്ള പേപ്പർ. അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ വിചാരിച്ചത് പോലും ഇത് ചെയ്യണമെന്ന്. പിന്നെയാണ് ഞാൻ ഓർത്തത്, ഈ ഒരു ന്യൂ ഇയർ ആയിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് വിചാരിച്ച്. അപ്പോൾ പിന്നെ ചെയ്തതാണ്. ഞാൻ എന്താ വായിച്ചു തരാം. ന്യൂ വിഷൻ 2026 എന്നിട്ട് പഠിക്കുന്ന ആ ഒരു പിക്ചർ കൊടുത്തിട്ട് ബോത്ത് ആർ റീഡിങ്. പിന്നെ എക്സസൈസിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ട് പറഞ്ഞ് ബോത്ത് ആർ ട്രൈയിങ് ദ എക്സസൈസ്. പിന്നെ അടുത്ത് പ്ലേ ചെയ്യുന്നത് ബോത്ത് ആർ പ്ലേയിങ് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഈ ഒരു കോർണറിലൊക്കെ മാപ്പിൻ്റെ ആ ഒരു പടം കൊടുത്തു. എന്നിട്ട് സ്കെച്ച് വെച്ചിട്ട് കുറച്ച് കലാപരിപാടിയൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് പേജിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ കുളമായിപ്പോയി. പിന്നെ ഞാൻ വേറൊരു പേപ്പർ വെച്ച് മൂടി സ്റ്റിക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനി കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. ഇനി ഞാൻ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ മാപ്പ് ഒട്ടിച്ചില്ല, അതേപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂവിൻ്റെ ഒക്കെ തണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തണ്ട് ഇനി ഇങ്ങനെ ഒട്ടിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നാളെ മീൻസ് എന്താ പറയുക, സാറ്റർഡേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഫ്രൈഡേ ആണ്. സാറ്റർഡേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു അടുത്ത ചാനൽ ചെയ്യുമ്പോൾ പൂവിൻ്റെ ആ തണ്ടൊക്കെ വെച്ചിട്ടുള്ള ചാനൽ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഡയറി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും നാട്ടിൽ വരുമ്പോൾ മാക്സിമം ഒരാൾക്കെങ്കിലും ഞാൻ കൊടുത്തിരിക്കും. ചിലപ്പോൾ ഞാൻ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കൂല. എനിക്കറിയത്തില്ല, ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ഞാൻ നിൽക്കുന്ന. രസമുണ്ടല്ലേ? ഇതിൽ കുറേ പേജ് ഉണ്ടായിരുന്നു. ഇന്നലെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊക്കെ പേജ് കുളമായിരുന്നു. അപ്പം ഞാൻ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ആക്കിയൊരു ഡയറി ആണല്ലോ ഇത്. അതുകൊണ്ട് ഞാൻ അതൊക്കെ കയറി കളഞ്ഞു. നല്ലൊരു പേജാണ്, അടിപൊളി ഒരു ബുക്ക്. ഇത് കണ്ടോ, നോട്ട് ബുക്ക്. ഇവിടെ മേലെ നോട്ട് ബുക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്, താഴെയാണെങ്കിൽ സബ്ജക്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡയറി. പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ എനിക്ക് 10 വയസ്സായിട്ടേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ ഒരു ഇത് എൻ്റെ ക്ലാസ്സിൽ ആ ഒരു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. എ പുഷ് ഓർ പുൾ applied on an object is called